ഗായ്സ്, ഇന്ന് നമ്മുടെ കയ്യിരിക്കുന്ന ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര മുതലാണ് കേട്ടോ. ഒന്നൊന്നര മുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സാധനം ഈ ഒരു പ്രൈസ് പോയിന്റിൽ കിട്ടുക എന്ന് പറയുന്നത് അസംഭവ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു ബോക്സ് ഇതിൻ്റെയാണ്. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ഒരു പവർ കോഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതവിടെ ഇരുന്നോട്ടെ ഇപ്പോൾ തൽക്കാലത്തേക്ക്. അപ്പോൾ ഇതിലേക്ക് തന്നെ വരാം. എൻ്റെ മോനെ, ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു രക്ഷയുമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ 26,000 രൂപയാണ് ഞാൻ ഈ സാധനത്തിന് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് 37,000 രൂപയുടെ JBL ബൂം ബോക്സ് 3യേക്കാളും ഉണ്ട് കേട്ടോ. ഒരു പൊടിക്ക് അതിനേക്കാളും ഉണ്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനം 26,000 രൂപയ്ക്ക് കിട്ടി. ട്രിബിറ്റിൻ്റെ സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു കമ്പനി എന്ന് പറയുന്ന ഭയങ്കരമായിട്ട് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഞാൻ ഇവരുടെ കുറേ പ്രോഡക്റ്റ്സ് ഞാൻ ഇതിനു മുന്നേ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ JBL മറ്റുള്ള സ്പീക്കേഴ്സൊക്കെ ഉണ്ടല്ലോ, വളരെ പ്രീമിയം ആയിട്ടെന്ന് പറയുന്നത്, അവരൊക്കെ പ്രൈസ് വെച്ച് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ബൂം ബോക്സ് 3യുടെ സെയിം ക്വാളിറ്റിയാണ്. സെയിം ക്വാളിറ്റി, സെയിം ഡ്രൈവേഴ്സ്, സെയിം സ്പെക്ക്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. വിലയാണെങ്കിൽ ഏകദേശം 11,000 രൂപ കുറവുമാണ്. അതേ ക്വാളിറ്റി എന്ന് ഞാൻ പറയില്ല, കാര്യം അതിനേക്കാളും ഒരു പൊടിക്ക് ക്വാളിറ്റി ഇതിൽ കൂടുതലുണ്ട് കേട്ടോ. രണ്ടും അടുപ്പിച്ച് വെച്ച് നിങ്ങൾക്ക് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വ്യത്യാസം മനസ്സിലാവും. അങ്ങനത്തെ ഒരു സാധനമാണ് കേട്ടോ. ട്രിബിറ്റ് ഒരുപാടധികം സ്പീക്കേഴ്സ് ഇറക്കണം. ഈ ഒരു ഇതിൽ നീഷിൽ നിൽക്കേണ്ട ഒരു ബ്രാൻഡേ അല്ല. എടുത്തു പറയാം, ഈ ഒരു സാധനം വൺസ് നിങ്ങൾ കേട്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിരീഡ് ഞാൻ ഈ പരിപാടി ഇതോടെ വെച്ച് നിർത്തും. ഇതൊരു ബൂം ബോക്സ് ടൈപ്പ് സ്പീക്കറാണ്. നിങ്ങൾക്ക് അതിനെപ്പറ്റി ഓൾറെഡി അറിയായിരിക്കും. അപ്പോൾ ഇത് കൊണ്ട് നടക്കാനും ഒരു പാർട്ടി സ്പീക്കർ അങ്ങനെയുള്ള രീതിയിൽ കൊണ്ട് നടക്കാൻ പറ്റും. പാർട്ടി സ്പീക്കേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ JBLൻ്റെ 3 ടൺ അതുപോലുള്ള സംഭവങ്ങളൊക്കെ നമുക്കൊരു 1 ടൺ ഇതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമല്ല കേട്ടോ. 1 ടൺ അതുപോലുള്ളൊരു എൻലാർജ്ഡ് പാർട്ടി സ്പീക്കറുണ്ട്. ദിസ് ഈസ് എ പാർട്ടി സ്പീക്കർ ഓൾസോ, ബട്ട് ദിസ് ഈസ് ബൂം ബോക്സ്, മോർ കോൾഡ് ബൂം ബോക്സ്. സോ ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാനും കൊണ്ട് നടക്കാനും കുറച്ചുകൂടെ എളുപ്പമാണ്. ഇതിൻ്റെ ടോട്ടൽ പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 200 വാട്ട്സ് ആണ് കേട്ടോ. ഈ ഒരു 200 വാട്ട്സ് പവറും കിട്ടണമെങ്കിൽ നമ്മൾ കറണ്ടിൽ കണക്ട് ചെയ്തിടണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എറൗണ്ട് 180 വാട്ട്സോളം ബാറ്ററി പവറിൽ കിട്ടും. ഇനി ഞാൻ ബൂം ബോക്സ് 3യുമായിട്ട് കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് സെയിം ലെവൽ ഓഫ് പവർ തന്നെയാണ് ബൂം ബോക്സ് 3യും JBLൻ്റെ നൽകുന്നത് 37,000 രൂപയ്ക്ക്. ആൻഡ് JBLന് നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ അകത്തുള്ള ബാറ്ററി ഉണ്ടല്ലോ, ബാറ്ററി കപ്പാസിറ്റി അതിൽ കിട്ടുന്ന 24 മണിക്കൂറായിരിക്കും. 30 മണിക്കൂറാണ് ഇതിൻ്റെ ബാക്കപ്പ് കിട്ടുന്നത്. ഏകദേശം 6 മണിക്കൂറോളം വ്യത്യാസമുണ്ട് അതിൽ. അതായത് 6 മണിക്കൂർ നിങ്ങൾക്ക് ട്രിബിറ്റിൽ കൂടുതൽ കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സംഭവം കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്പീക്കേഴ്സും കാര്യങ്ങളിലേക്ക് ഒന്ന് വരാം കേട്ടോ. ഔട്ടർ ബോഡി എന്ന് പറയുന്നത് ഒരു ഫൈബർ മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന തരത്തിൽ തന്നെയാണ്. ഇവിടെ ആയിട്ട് ഈ ഒരു ഗ്രിപ്പ് ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് എടുത്ത് പെരുമാറാൻ വേണ്ടിയിട്ടും വളരെയധികം എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഇൻറ്റേർണൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ 2 പാസീവ് റേഡിയേറ്റേഴ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഹ്യൂജ് റേഡിയേറ്റേഴ്സ് ആണ്. പാട്ടിടുന്ന സമയത്ത് ഇത് ഇങ്ങോട്ട് വൈബ്രേറ്റ് ആവുന്ന കാണാൻ തന്നെ ഒരു രസമാണ് കേട്ടോ. 2 സൈഡിലും അതുപോലുള്ള 2 പാസീവ് റേഡിയേറ്റേഴ്സ് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പം തന്നെയാണ്. ചെണ്ട കൊട്ടുന്ന പോലെ കൊട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ആ ഒരു ബേസ് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും, കൈകൊണ്ട് തട്ടുന്ന സമയത്ത് തന്നെ. ആൻഡ് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെൻട്രലായിട്ട് ഒരു ഏകദേശം 80 വാട്ട്സിൻ്റെ ഒരു ഡ്രൈവറാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡ്രൈവർ എന്ന് പറയുന്ന ഒരു റേസ് ട്രാക്ക് ആക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഡ്രൈവറാണ്. ലൈക്ക് അതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്ന ഒരു റേസ് ട്രാക്ക് ഓറിയൻറ്റഡ് ആയിരിക്കും. സെയിം ആസ് ബൂം ബോക്സിൽ വരുന്ന അതേ ഡയമീറ്റർ, അതേ സൈസ്, അതേ ഡ്രൈവർ, സെയിം സൈസ്, സെയിം പവർ, ആ ഒരു സംഭവം അവിടെ കൊടുത്തിട്ടുണ്ട്.
നമുക്ക് മിഡ് റേഞ്ചിന് വേണ്ടിയിട്ടുള്ള 2 സ്പീക്കേഴ്സ് ഈ 2 ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ആക്ച്വലി ഗ്രില്ലിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്രത്തോളം വിസിബിൾ അല്ല, പക്ഷേ പാട്ടുന്ന സമയത്ത് ആ ഒരു ലൈറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് വിസിബിൾ ആവും. ഇവിടെ ആയിട്ടാണ് മിഡ് റേഞ്ച് സ്പീക്കേഴ്സ് ഇരിക്കുന്നത്. ഓൺ ദ ടോപ്പ് ഇവിടെ ആയിട്ടാണ് 2 ട്വീറ്റേഴ്സ് വരുന്നത്. ദീസ് ട്വീറ്റേഴ്സ് ആർ ലൈക്ക് 15 വാട്ട്സ് ഉണ്ട് ഈ ട്വീറ്റേഴ്സ് മാത്രമായിട്ട്. മറ്റേത് രണ്ടും 45 വാട്ട്സ് ആണ് കേട്ടോ. അപ്പോൾ ഓൾ ടുഗദർ 200 വാട്ട്സ് രീതിയിലാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പവർ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ബാക്ക് സൈഡിലായിട്ട് ഇവിടെ ആയിട്ടൊരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ദിസ് ഗ്രില്ല് ഈസ് ഫോർ ലൈക്ക് നത്തിങ് സ്പെഷ്യൽ അബൌട്ട് ഇറ്റ്. ഒരു എസ്തെറ്റിക്സ് പർപ്പസിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഗ്രില്ലാണ്. പിൻ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെയാണ് ചെയ്യാൻ സാധിക്കുക. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ AC ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. ഐ മീൻ AC ഇൻപുട്ട് ഡയറക്റ്റ്ലി കേബിൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, വിച്ച് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ബോക്സ്. പിന്നെ 2 ഗിറ്റാർ ഓർ മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനുണ്ട്. അത് നമ്മുടെ ബോക്സില്ല കേട്ടോ. നിങ്ങൾക്ക് ഗിറ്റാർ ഒബീസിൽ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കണം. മൈക്ക് ചില കമ്പനികൾ കൊടുക്കാറുണ്ട്, പക്ഷേ നമ്മുടെ ഈ ഒരു ബോക്സിനകത്ത് മൈക്കില്ല. അഡീഷണലി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. സോ മൈക്സ് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ആ മൈക്കിൻ്റെ ഗെയിനും റിവർബും ഒക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അഡീഷണലി നിങ്ങൾക്ക് ഇവിടെ 5 വോൾട്ടിൻ്റെ ഒരു 2 ആംപ്സ് ഉണ്ട്. ലൈക്ക് നിങ്ങൾക്ക് USB-C ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിലും ചാർജ് ചെയ്യാം. ഇറ്റ് ടേക്സ് മോർ ടൈം, but it works. In certain situation you really want to charge the speaker, you can charge it with the Type-C cable. So ഇനി നമ്മളുടെ സ്പീക്കറിൻ്റെ കോറിലേക്ക് വന്നു കഴിഞ്ഞാൽ there is the amplifier. Amplifier is doing everything that sound quality, എല്ലാ സംഭവങ്ങളും വരുന്ന ആ ഒരു ആംപ്ലിഫയറിൽ നിന്നാണ്. സോ ദ ആംപ്ലിഫയർ ഈസ് TI ആംപ്ലിഫയർ ആണ്. 2 ആംപ്ലിഫയറുകൾ ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ 2 ആംപ്ലിഫയറുകൾ ചേർന്നിട്ടാണ് നമ്മുടെ ഈ ഒരു ട്രിബിറ്റിൻ്റെ സ്റ്റോം ബോക്സ് ബ്ലാസ്റ്റ് 2 വരുന്നത്. ഇതിനകത്ത് തന്നെ ഞാൻ ഉപയോഗിക്കുന്ന സമയത്ത് അറ്റ് ദ പോയിന്റ് ട്രിബിറ്റിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഫേംവെയർ അപ്ഡേറ്റ് വരും. അതിൽ തന്നെ 2 ചിപ്സെറ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ സോ ദർ ഈസ് 2 ഫേംവെയർ ലൈക്ക് വി ഹാവ് ടു അപ്ഡേറ്റ് 2 അറ്റ് എ ടൈം. സോ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ബ്ലൂടൂത്ത് 5.4 ആണ് കൊടുത്തിരിക്കുന്നത്. ട്രാൻസ്മിഷൻ ലോസുകളോ അല്ലെങ്കിൽ റേഞ്ച് ആൻഷേറ്റോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. അത്യാവശ്യം റേഞ്ചൊക്കെ തരുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു 5.4 കൊടുത്തിട്ടുള്ളത്. എനിക്കൊന്ന് അപ്രോക്സിമേറ്റ്ലി യു ക്യാൻ കവർ ലൈക്ക് 150-200 മീറ്റേഴ്സ് ഈസിലി. ഇനി നമുക്ക് ഈ ഒരു സ്പീക്കറിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി ഒന്ന് സംസാരിക്കാം. ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്പീക്കർ എന്ന് പറയുന്നത് IP67 റേറ്റഡ് ആണ്. അതായത് നിങ്ങൾക്ക് IP67 റേറ്റഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളത്തിലൊക്കെ കൊണ്ടിട്ട് കളിക്കാൻ പറ്റും കേട്ടോ. പൂൾ സൈഡിലാണെങ്കിലും ബീച്ചിലാണെങ്കിലും കൊണ്ടിട്ട് ഉരുട്ടാം, എനിത്തിങ് യു വാണ്ട്. ബട്ട് മേക്ക് ഷുവർ ടു ക്ലോസ് ദിസ് ലിഡ്. അതായത് ഇത് ക്ലോസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ പറയുന്നൊരു വാട്ടർ പ്രൂഫിങ് കിട്ടുള്ളൂ കേട്ടോ. കാര്യം ഇവിടെ നമുക്ക് മൈക്കിൻ്റെയും ഗിറ്റാറിൻ്റെയും നിങ്ങളെ ഓൾറെഡി ഞാൻ കാണിച്ചതാണ്. ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ ഇത് ക്ലോസ്ഡ് ആണെന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് IP67 വാട്ടർ പ്രൂഫ് കൂടെയാണ്. ഇനി അഡീഷണൽ ഫീച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടൊരു ലൈറ്റിംഗ് ഓപ്ഷനുണ്ട്. ഈ ഒരു ലൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടിടുന്ന സമയത്ത് നിങ്ങൾ നേരത്തെ കണ്ടതാണ്. ഈ ഒരു ലൈറ്റിംഗ് നമുക്ക് 3 മോഡുകളിലായിട്ട് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ 3 മോഡുകളും പാട്ടിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്ന തരത്തിലുള്ളതാണ്. കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്ട്രിപ്പ് ഇതായി ട്രിബിറ്റ് എന്ന് എഴുതിയിരിക്കുന്ന ഈ ഭാഗത്തായിട്ടാണ് ആ ഒരു ലൈറ്റ് സ്ട്രിപ്പ് കൊടുത്തിട്ടുള്ളത്. അത് ഡയറക്റ്റ്ലി ഇലൂമിനേറ്റ് ചെയ്യുന്നത് സ്പീക്കർ അല്ലെങ്കിൽ ഡ്രൈവേഴ്സിനെയാണ്. അത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. പോരാത്തതിന് ഇവിടെ ആയിട്ട് 2 LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ക്വൈറ്റ് ഡീസൻറ്റ്. അതുപോലെ തന്നെ ഒരു പ്രീമിയം ഫീലും ആ LEDs ഒരുമാതിരി ഒരു ഉത്സവപ്പറമ്പ് ഫീല് ആ ഒരു സെറ്റപ്പിന് കൊടുക്കുന്നില്ല കേട്ടോ. കുറച്ചുകൂടി ഒരു പ്രീമിയം ഫീലാണ് LED ഭാഗത്തും ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു അഡീഷണൽ ബട്ടൺ ഓപ്ഷൻ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് X-Base എന്നാണ് കൊടുത്തിട്ടുള്ളത്. There is actually 3 modes which you can control in the Tribit app or in the switch. X-Base is like X-Base എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ആ ഒരു ബെസ്റ്റ് ബേസ് മോഡാണ്. അതായത് നമുക്ക് ആ ഒരു ഇടി കറക്റ്റായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓൾട്ടർനേറ്റീവ്ലി നിങ്ങൾക്ക് X-Base ഓഫ് ചെയ്യാനും പറ്റും. പിന്നെ ഉള്ളത് X3D ആണ്. കുറച്ചുകൂടെ ആ ഒരു 2.1 ചാനലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു സറൗണ്ട് സൗണ്ട് എക്സ്പീരിയൻസ് ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഈ സെയിം സെറ്റപ്പ് തന്നെ ഈ ഒരു X3D തന്നെ JBL അഡ്വർടൈസ് ചെയ്യുന്ന ലൈക്ക് ഡോൾബി അറ്റ്മോസ് എന്നാണ്. സോ ദാറ്റ് സെയിം സെറ്റപ്പ് കോൾസ് ഇറ്റ് ഡിഫറെൻ്റ്ലി X3D ഡോൾബി അറ്റ്മോസ്. അപ്പോൾ ആ ഒരു സംഭവം അതിനകത്തുണ്ട്. പിന്നെ അടുത്തൊരു സ്വിച്ച് എന്ന് പറയുന്നത് TWS ആണ്. ഇതുപോലുള്ളൊരു സ്പീക്കർ ഒരെണ്ണം കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഒരെണ്ണം കൂടെ ഇതുമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വൈബ്രൻറ്റ് എക്സ്പീരിയൻസ് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഒരു സൗണ്ട് ഉണ്ടായിരിക്കും. ഈ സ്പീക്കർ എന്ന് പറയുന്നത് സച്ച് എ ലവ്ലി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എനിക്ക് ഒന്നും പറയാനില്ല. കാര്യം അത്രത്തോളം ബീറ്റൊക്കെ എന്ന് പറയുന്ന ഹൃദയം തുളുമ്പുന്ന തരത്തിലുള്ളൊരു ബീറ്റാണ്. സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സിഗ്നേച്ചർ സൗണ്ട് ക്വാളിറ്റിയാണ്. ലൈക്ക് മെലഡി ആയിക്കോട്ടെ, റോക്ക് സോങ് ആയിക്കോട്ടെ, ബേസ് ബൂസ്റ്റഡ് സോങ്സ് ആയിക്കോട്ടെ, എല്ലാം പതർച്ചയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എവറിത്തിങ് ഈസ് ടു ബി ദ പെർഫെക്റ്റ്. ആ സൈസിലുള്ള ഒരു സാധനമാണ് ഈ ഐറ്റം എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഒരു പാട്ടിട്ട് തരാം. ഈ ഒരു മൈക്ക് എത്രത്തോളം അതിന് കൺവിൻസിങ് ആയിരിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ കേട്ട് നോക്കുക. യു ഹാവ് ടു ടേക്ക് ദ വേർഡ് ഫ്രം മീ. ഓക്കെ, സോ ദിസ് ഈസ് ഇറ്റ്. And if you do like the video, please do subscribe and like the video. Thank you so much. Have a great day.